ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. ഒറ്റപ്പാലം ചെറുപ്പളശ്ശേരി റോഡ് നവീകരണം പാതി വഴിയിൽ അനിശ്ചിതമായി വൈകുന്നതിൽ പ്രതിഷേധിച്ച് ബിജെപി ഒപ്പുശേഖരണം നടത്തി. സമരത്തിന്റെ രണ്ടാം ഘട്ടം എന്ന നിലയിലായിരുന്നു ഒപ്പുശേഖരണം. താലൂക്ക് ആശുപത്രി പരിസരത്ത് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. റോഡ് പണി സമയബന്ധിതമായി തീർക്കാതിരുന്നാൽ സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് പ്രഖ്യാപിച്ചു. സിനിമാ സംവിധായകൻ അനിൽ രാധാകൃഷ്ണ മേനോൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒറ്റപ്പാലം യൂണിറ്റ് പ്രസിഡന്റ് എം ലത്തീഫ് എന്നിവർ ഉൾപ്പെടെ നൂറുകണക്കിന് പേർ ഒപ്പുശേഖരണത്തിൽ പങ്കാളികളായി. ബിജെപി മധ്യമേഖല ജനറൽ സെക്രട്ടറി ടി ശങ്കരൻകുട്ടി അധ്യക്ഷനായി. എസ് ടി മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പ്രമോദ് കുമാർ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ എ സ്വരൂപ്, കെ പി കൃഷ്ണകുമാർ, മഹിളാ മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി ജയന്തി, കെ കെ കുഞ്ഞൻ, ആർ മണികണ്ഠൻ, കെ ജയശങ്കർ, കെ പ്രേമവതി, വിനീത മണികണ്ഠൻ എന്നിവർ പ്രസംഗിച്ചു. പ്രധാനപ്പെട്ട 3 കേന്ദ്രങ്ങളിൽ സത്യാഗ്രഹം ഇരുന്നുകൊണ്ട് ഏകദിന സത്യാഗ്രഹം നടത്തിക്കൊണ്ട് അടുത്ത ഘട്ടം സമരമുണ്ട്. പടിപടിയായി സമരങ്ങൾ ജനങ്ങളെ മുഴുവൻ പുറത്തിറക്കി ജനങ്ങളുടെ ആവശ്യമെന്നുള്ള നിലയിൽ ഒന്നുകിൽ ഈ റോഡേ വേണ്ടെന്ന് വയ്ക്കേണ്ടത്. കാരണം റോഡ് പണി ചെയ്തില്ലെങ്കിൽ ഇതിന് ആളുകൾ പോയാൽ അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കിട്ടില്ല, യാതൊരു സംശയവുമില്ല. ഇതിൻ്റെ ഗർഭിണികൾക്ക് ഇപ്പോൾ തൃക്കടീരി എന്നുള്ളത് അല്ലെങ്കിൽ കോതകുറിശി എന്നുള്ള ഒരു ഗർഭിണിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇവിടെ എത്തുന്നതിന് മുന്നേ എന്താവും സ്ഥിതി എന്ന് ഞാൻ പറയുന്നില്ല. ഇവിടുന്ന് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികൾ അവർ ഓട്ടോറിക്ഷയിലോ മറ്റാണ് വരുന്നത് വിചാരിക്കുക, അവരുടെ ആ ദേഹത്തിലേക്ക് ചളി തെറിക്കും എന്നുള്ള കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കാൽനടയായിട്ടും പോകാൻ പറ്റും. ഇവിടെ എല്ലാ തരത്തിലും ബുദ്ധിമുട്ടാണ്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.